സുഹൃത്തുക്കളെ, 5 വയസ്സ് വരെ നിങ്ങൾ നിർലോഭമായി കുട്ടികളെ സ്നേഹിച്ചോളി, ഒന്നും പറ്റൂല. എന്ത് സ്വാതന്ത്ര്യം കൊടുത്ത് എന്തും വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ഫോണൊന്ന് മാറ്റി വെച്ചാൽ മതി, ബാക്കി നിങ്ങൾ എന്ത് കൊടുത്തും അവരെ സന്തോഷിപ്പിച്ചോളൂ. ആ 5 വയസ്സ് വരെ കാണിക്കുന്ന അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, ആ ബന്ധം, അത് നിങ്ങളും കുട്ടികളും തമ്മിൽ ഭയങ്കരമായ ബന്ധമുണ്ടാക്കും. എന്നാൽ ആ 5 വയസ്സ് വരെ ഉമ്മക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. ആ 5 വർഷം സ്നേഹിച്ച് നിങ്ങൾ അവരോടൊപ്പം എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കുക, അടിസ്ഥാനപരമായ ബോധങ്ങൾ കൈമാറി കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 5 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെ നമ്മൾ ചില ശീലങ്ങൾ അവർക്ക് പഠിപ്പിക്കണം, ചില കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് നമ്മൾ കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ആ ഉപദേശങ്ങൾക്ക് ഫലം ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് കാര്യം ഉണ്ടാവും. രാവിലത്തെ ദിക്ർ ചെല്ലാൻ നിങ്ങൾ പഠിപ്പിച്ചാൽ അവർ ദിക്ർ ചെല്ലും. ഞാൻ ഇന്നൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ സ്ക്രീനിൽ ഖുർആനുണ്ട്. അപ്പം ആ ഖുർആൻ ഇങ്ങനെ പിന്നെ വന്നപ്പോൾ ചെറിയ കുട്ടി, 5 വയസ്സ് പ്രായമുള്ള കുട്ടി, അപ്പം ആ ഖുർആൻ വന്നപ്പോൾ ആ ഖുർആൻ മനോഹരമായി ആ കുട്ടി ഓതി. വന്ന സൂറത്ത് അതുപോലെ ഓതി. കാരണം ഖുർആൻ 30 ജുസുവും പ്രീ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ആ കുട്ടി, ഖത്തം തീർത്തിട്ടുണ്ട് ആ കുട്ടി, മുഴുവനായിട്ട് ഓതി കഴിഞ്ഞപ്പോൾ അതിൽ സുജൂദിൻ്റെ രംഗം വന്നു. ഞാൻ രോമാഞ്ചമണിഞ്ഞൊരു നിമിഷമാണ്. ആ സുജൂദിൻ്റെ രംഗം വന്നപ്പോൾ ആ ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ കുട്ടി സുജൂദിലേക്ക് കുനിഞ്ഞ് ഇരുന്ന് നമസ്കരിക്കുന്നവൻ സുജൂദിലേക്ക് പോകുന്ന പോലെ സുജൂദിലേക്ക് പോയി. പറ്റും സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വപ്നമനുസരിച്ച് നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ ചെറുപ്പത്തിൽ ഒരല്പം ശ്രദ്ധ നമ്മൾ ചെലുത്തിയാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. 10 വയസ്സ് കഴിഞ്ഞാൽ അവരെ നിർബന്ധിച്ച് നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങളുടെ ജോലികളിൽ അവരെ കൂട്ടണം, നിങ്ങളോടൊപ്പം അവർ ഉണ്ടാകണം. അവർക്ക് ചില ബാധ്യതകൾ ഉണ്ടാകണം, ചില പണികൾ ഉണ്ടാകണം, ചില ഡ്യൂട്ടികൾ ഉണ്ടാകണം, ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകണം. അങ്ങനെ അവർ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവർ നിങ്ങളായി മാറും, അല്ല നിങ്ങളെക്കാളും നല്ലവരായി മാറും. പക്ഷേ കുട്ടികളുടെ ജീവിതത്തിൽ ബോധത്തോടുകൂടെ ഇടപെടാൻ, ഇണ ചേരുമ്പോൾ പോലും പിശാചിന്ന് രക്ഷ ചോദിക്കണമെന്ന് പഠിപ്പിച്ചതാണ്. പിശാചിന്ന് കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയുകയില്ല. എന്നാൽ ജന്നിബി ഷെയ്ത്താനെ അകറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ പോലും ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റബ്ബി ഹബ്ലി മിനസ് സാലിഹിൻ, തരുമ്പോൾ നല്ല കുട്ടിയെ തരണേ എന്ന് പറയാനാണ് നമ്മളോട് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോധം ഈ ഫാമിലി കോൺഫറൻസിൽ എൻ്റെ കുട്ടി എൻ്റെ സ്വപ്നത്തിനനുസരിച്ച് കുട്ടിയാകണമെന്ന ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ അവരങ്ങനെയാകും. ബോധപൂർവം ഇടപെടണം. വെക്കേഷൻ ക്ലാസ്സുകളുടെ സമയമാണ്. നിങ്ങളുടെ കുട്ടി ഏത് വെക്കേഷൻ ക്ലാസ്സിൽ ചേർന്നു എന്ന് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. അവിടെ അധികം സീറ്റുകളില്ല, പരിമിതമായ സീറ്റുകളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് സീറ്റ് വാങ്ങാൻ നിങ്ങൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടെന്ന് പറയാൻ പറ്റും.